സർക്കാർ പദ്ധതികളിലെ വീഴ്ച തുറന്നു കാട്ടുകയാണ് നൂൽപ്പുഴയിലെ പ്രദേശവാസികൾ. വയനാട്ടിൽ കാട്ടാന ആക്രമണമുണ്ടായ കാപ്പാട് ഗ്രാമത്തിലെ 6 ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടത് പുനരധിവാസ പദ്ധതിയിലെ അപാകത മൂലമാണ്. റീബിൽഡ് കേരള പുനരധിവാസ പദ്ധതി പ്രകാരം 13 ജനറൽ കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. എന്നാൽ ആദിവാസി കുടുംബങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെട്ടില്ല. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ രാത്രി 8 മണിയോടെ മാനുവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത് ഈ വയലിൽ വെച്ചാണ്. ഇത് കാപ്പാട് എന്ന ഗ്രാമമാണ്. ചുറ്റും വയനാട് വന്യജീവി സങ്കേതത്തിൽപ്പെട്ട വനമേഖലയാണ്. മറ്റ് ജനവാസ മേഖലയുള്ളത് തമിഴ്നാട്ടിലാണ്. തോടിനക്കരെയുള്ള ഭാഗം തമിഴ്നാടാണ്. ഇവിടെ കേരള സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് അനുസരിച്ചുള്ള സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി നടപ്പാക്കിയതാണ്. അതിൽ 13 ജനറൽ കുടുംബങ്ങൾ ആ പദ്ധതിയുടെ പ്രകാരം 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങി മാറി താമസിച്ചു. പക്ഷേ ബാക്കിയുള്ള 6 ആദിവാസി കുടുംബങ്ങളുണ്ട് കാപ്പാട് ഉന്നതിയിൽ. അവർക്ക് വേണ്ടി ഈ റീബിൽഡ് കേരളയിൽ ഒരു പദ്ധതി ഇതുവരെ തയ്യാറായിട്ടില്ല. അവർക്ക് ഈ പണം നൽകിയിട്ട് കാര്യമില്ല. അവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാകേണ്ടതുണ്ട്. അത് തയ്യാറാകാത്തതാണ് വലിയ പരാതിയായി നാട്ടുകാർ പറയുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി വർഷങ്ങളായി വയനാട്ടിൽ നടപ്പാക്കുന്നുണ്ട്. ആ പദ്ധതിയിൽ ജനറൽ വിഭാഗങ്ങൾക്ക് ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപയും അതുപോലെ ആദിവാസികൾക്ക് സ്ഥലം വാങ്ങി അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ അതേ പദ്ധതി നടപ്പാക്കുമ്പോൾ ആദിവാസികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കാപ്പാട് ഉന്നതിയിൽ ഈ 6 കുടുംബങ്ങൾ ഇപ്പോഴും വനത്തിനകത്ത് താമസിക്കേണ്ടി വരുന്നത്. ഈ പദ്ധതിയെക്കുറിച്ചും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെക്കുറിച്ചും വലിയ പരാതികൾ നേരത്തെ നിലവിലുണ്ട്. അത് പദ്ധതിയുടെ അശാസ്ത്രീയത സംബന്ധിച്ചാണ്. ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നതാണ് ഈ 2 പദ്ധതിയിലുമുള്ള നഷ്ടപരിഹാര തുക. അത് ഒരു കുടുംബത്തിന് എത്ര സ്ഥലമുണ്ടെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും എത്ര ഏക്കർ കൃഷിഭൂമി ഉണ്ടെങ്കിലും ആ പണം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അശാസ്ത്രീയമാണെന്ന പരാതി നേരത്തെ മുതൽ ഉയരുന്നുണ്ട്. ആ കുടുംബത്തിൽ വിവാഹം കഴിക്കാത്ത 18 വയസ്സ് പൂർത്തിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി 15 ലക്ഷം രൂപ കിട്ടും. അത് പക്ഷേ ചിലപ്പോൾ ചില കുടുംബത്തിന് സ്ഥലത്തിന്റെ വിലയേക്കാൾ അധികം പണം കിട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കൂടുതൽ സ്ഥലമുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് തീർത്തും അപര്യാപ്തമായ നഷ്ടപരിഹാരമാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അശാസ്ത്രീയമാണെന്നുള്ള പരാതി വളരെ കാലമായിട്ടുണ്ട്. കേരള സർക്കാർ റീബിൽഡ് കേരളയിൽ പദ്ധതി നടപ്പാക്കിയപ്പോഴും അതേ അശാസ്ത്രീയ സമീപനം തുടർന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പോരായ്മ. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.